ഹലോ എവരിബഡി, വെൽക്കം ടു കാശ്മീർ. ഞങ്ങൾ കാശ്മീർ വ്ളോഗ് ഇന്ന് സ്റ്റാർട്ടാവുകയാണ്. നമ്മളിവിടെ ഏകദേശം 8 ദിവസമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാശ്മീർ മൊത്തമായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ഭാഗവും ഞങ്ങൾ സെപ്പറേറ്റ് ആയി ചെയ്യുന്നുണ്ട്. അതിലെ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അടയാളം ചെയ്ത് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാശ്മീർ പോകുന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, കാശ്മീർ മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇവിടെ ആക്ച്വലി ഒരുപാട് സ്കാം, ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് കുതിരയിൽ കയറുന്നുണ്ടെങ്കിലോ എവിടെ പോയാലും ഒരു റൈഡ് ഉണ്ടാവും. ഓക്കെ, എവിടെ പോയാലും ആ റൈഡ് ആക്ച്വലി എടുക്കണമെങ്കിൽ ഒരു ചാർജ് ഉണ്ട്. ഇപ്പോൾ കുതിര സവാരി ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഒരു കാർ പിക്കപ്പ് ചെയ്യണമെങ്കിലും അതിന് റേറ്റ് ഉണ്ട്. അതിൻ്റെ റേറ്റ് ആക്ച്വലി ഇവർ പറയുന്നത് കുറേ കൂടുതലായിരിക്കും കേട്ടോ. 4-5 ഇരട്ടിയൊക്കെ പറയും. ഏകദേശം ചിലപ്പോൾ 2000 വേണ്ടെടുത്ത് 6000 7000 ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ബാർഗെയിനിങ് പവർ നല്ലോണം വേണം. അപ്പോൾ അതിന് കൃത്യമായ റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ സ്പോട്ടിലും ഓരോ ഭാഗത്തും ഓരോ റൈഡിനുള്ള കൃത്യമായ റേറ്റും ഞാൻ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരുപാട് ഇവിടെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ സ്കാം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 5 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്: ട്രാൻസ്പോർട്ടേഷൻ, സിം ഫെസിലിറ്റീസ്, ഐറ്റിനറി, ബഡ്ജറ്റ് ആൻഡ് സ്കാംസ്. കാശ്മീരിൽ ശ്രീനഗറിലാണ് നമ്മൾ ആദ്യം എത്തിപ്പെടേണ്ടത്. ഇവിടെ എത്തിപ്പെടാനുള്ള മാർഗം ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഫ്ലൈറ്റ് തന്നെയാണ്. റെയിൽവേയിലും കൂടി നമുക്ക് എത്താം. പക്ഷേ നമ്മൾ അടുത്തുള്ള സ്റ്റേഷൻ ജമ്മു തവിയാണ്. അത് ആക്ച്വലി ഒരു 260 കിലോമീറ്റർ ശ്രീനഗറിൽ നിന്ന് ദൂരമാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ് വീണ്ടും എടുത്ത് വേണം നമ്മൾ ശ്രീനഗറിലേക്ക് എത്താൻ. അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. കൊച്ചി ടു ശ്രീനഗർ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2 ഫ്ലൈറ്റ് കയറിയിട്ട് വേണം ശ്രീനഗറിൽ എത്താൻ. ഒന്നുകിൽ നമ്മൾ ഡൽഹിയിൽ ലേ ഓവർ ചെയ്യും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ലേ ഓവർ ചെയ്യും. ഒരാൾക്ക് 10,000 റുപ്പീസാണ് ഒരു 1 വേ ടിക്കറ്റിന് ചാർജ് വരുന്നുള്ളത്. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, കാശ്മീർ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് വിസിറ്റ് ചെയ്യാനെന്നുള്ളത്. അതിന് പ്രത്യേക ഉത്തരമില്ല. കാരണം കാശ്മീരിന് എല്ലാ സീസണിലും അതിൻ്റേതായ ഭംഗിയുണ്ട്. പൂക്കൾ മൂടിയിരിക്കുന്ന താഴ്വരകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിലിൽ പോകാം. അത് മെയ് വരെ എക്സ്റ്റെൻഡ് ആകും. പക്ഷേ ശ്രീനഗറിലുള്ള തുളിപ് ഗാർഡൻ ഏപ്രിലിൽ മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. കോടമഞ്ഞിൽ പുതഞ്ഞ താഴ്വരകളും മൺസൂണും ആസ്വദിക്കണമെങ്കിൽ ഓഗസ്റ്റ് മാസം തിരഞ്ഞെടുക്കാം. ഹെവി സ്നോഫോൾ ആണെങ്കിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ തിരഞ്ഞെടുക്കാം. മാർച്ചിലും ആ സ്നോഫോൾ പല ഭാഗങ്ങളായി കാണപ്പെടും. ഞങ്ങൾ കാശ്മീർ വിസിറ്റ് ചെയ്തത് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല മഴയും കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയുമായിരുന്നു. സോ ശ്രീനഗറിലേക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ 2 ദിവസമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ശ്രീനഗറിൽ ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് എയർപോർട്ട് ഉള്ളത് എന്നുകൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് ഹോട്ടൽ ദിവാനിലാണ്. ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ഒരു 2000 രൂപ ടാക്സി ഫെയർ കൊടുത്താൽ നമ്മൾ ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടുത്തെ ഹോട്ടലിൻ്റെ ചെക്ക് ഇൻ ടൈം ഒക്കെ വരുന്നത് ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയാൽ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഈവനിങ് നമുക്ക് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് ഡേ നമ്മൾ ഹോട്ടലിൽ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ അവിടെയുള്ള ആ ഒരു ക്ലൈമറ്റുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടാനുള്ള ആ ഒരു ടൈം നമ്മൾ നൽകണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവിടെ നമ്മുടെ സിം കാർഡ് വർക്കാവില്ല. ഇത് ആക്ച്വലി പുറത്തെ സ്റ്റേറ്റിലത്തെ സിം കാർഡ് ഒന്നും ഇവിടെ വർക്കാവില്ല. അത് കാശ്മീരിലത്തെ ആ ലോക്കൽ സിം കാർഡ്, പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് മാത്രമേ ഇവിടെ വർക്കാവുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടി വരുന്നുണ്ട്. അതിനായിട്ട് നമ്മളെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ ഡ്രൈവറാണ് സഹായിച്ചത്. അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ കോപ്പിയുടെ കൂടെ. സോ കമ്മിങ് ബാക്ക് ടു ശ്രീനഗറിൽ നമ്മൾ 2 ദിവസമാണ് ഉള്ളത്. അവിടെ എന്തൊക്കെ കാണാമെന്നുള്ളത് ഇനി പറയാൻ പോകുന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം ഡാൾ ലേക്കിന്റെ ഭാഗത്തേക്ക് ഇറങ്ങും. വളരെ സീനിക്കായ ഒരു ലേക്കാണ് ഡാൾ ലേക്ക്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം അവിടെ നമ്മൾ ഒരു ശിക്കാര റൈഡ് എക്സ്പീരിയൻസ് ചെയ്യും. അത് മനോഹരമായ ഒരു റൈഡാണ് കേട്ടോ. വെള്ളത്തിൽ കൂടി ഡാൾ ലേക്കിലേക്ക് കൂടിയുള്ള ശിക്കാര റൈഡ് പല ഭംഗിയും കണ്ടുകൊണ്ട് പല ഭാഗത്തേക്ക് നമ്മൾ ശിക്കാര റൈഡ് കൊണ്ടുപോകും. അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, മീന മാർക്കറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ്, ഇങ്ങനെ പല മാർക്കറ്റും അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങാം. അതൊക്കെ ചാർജബിൾ ബേസിലാണ്. അത് മണിക്കൂറിനാണ് ചാർജ് വരുന്നുള്ളത്. ഒരു 2500 രൂപയുടെ ശിക്കാര റൈഡ് പാക്കേജ് എടുത്താൽ തന്നെ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂടാതെ കാശ്മീരി ഔട്ട്ഫിറ്റിൽ കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. 150 രൂപയാണ് ഒരു ഡ്രസ്സിന്റെ റെന്റായിട്ട് വരുന്നുള്ളത്. അതൊക്കെ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ദിവസം ശ്രീനഗറിൽ ഒരു ഫുൾ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഗാർഡൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും. മുഗൾ ഗാർഡൻ, തുളിപ് ഗാർഡൻ, ചസ്മെ സാഹി ഗാർഡൻ, ബോട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെയുള്ള ഗാർഡൻസ് എല്ലാം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് സന്ദർശിച്ച് തീർക്കാൻ പറ്റും. ശ്രീനഗറിൽ ഡാൾ ലേക്കിനെ കൂടാതെ ഒരു ലേക്കും കൂടിയുണ്ട്, നഗീൻ ലേക്ക്. ഓക്കെ, നഗീൻ ലേക്ക് നല്ല സീനിക് ലേക്ക് തന്നെയാണ്, ഡാൾ ലേക്ക് പോലെ തന്നെ. അവിടെ ഒരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് അന്ന് നൈറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് വളരെ മനോഹരമായ, ശ്രീനഗറിലെ ഏറ്റവും മനോഹരമായ ഒരു രാത്രിയായിരുന്നു ഈ നഗീൻ ലേക്കിലെ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ദിവസം ശ്രീനഗറിലെ ടാക്സി ചാർജ് കൂടിപ്പോയാൽ 4000 രൂപ വരും.
അപ്പോൾ ആ ഒരു റേറ്റിൽ ടാക്സിനെ ബാർഗെയിൻ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ ശ്രീനഗറിലെ ഈ 2 ദിവസത്തെ ഹോട്ടൽ റൂം ചാർജും ഹൗസ് ബോട്ട് ചാർജും കൂടിയിട്ട് ഏകദേശം ഒരു 8,000 റുപ്പീസ് ടോട്ടലായിട്ട് വരും. അടുത്ത ദിവസം നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോൻമർഗിലേക്ക് പുറപ്പെട്ടു. ഒരു 1 ഡേ ട്രിപ്പാണ്. സോൻമർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. ഒരു 80 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. വളരെ സീനിക്കായ ഒരു ഡ്രൈവ് തന്നെയാണ് സോൻമർഗിലേക്ക് വരുന്നുള്ളത്. പോകുന്ന വഴിയിൽ ലിഡർ റിവറിൻ്റെ സമീപത്ത് ഉള്ള ഒരു ധാബയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ജസ്റ്റ് കാഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ കാണുമ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കഴിക്കാൻ ഇറങ്ങിയത്. ഇവിടെ ചൂട് നല്ല മാഗിയും പിന്നെ കോഫി, പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി കാശ്മീരിൻ്റെ സ്പെഷ്യാലിറ്റിയായ കവാട്ടിയും അതൊരിക്കലും മിസ് ചെയ്യരുത്. അതും കഴിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ സോൻമർഗിലേക്ക് പുറപ്പെട്ടത്. ലിഡർ റിവർ എന്ന് പറയുമ്പോൾ കാശ്മീരിൽ 73 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു റിവറാണ്. നല്ല വെള്ള നിറത്തിലായിരിക്കും കേട്ടോ ഈ റിവർ ഉള്ളത്. കാശ്മീരിൽ കവാട്ടി കുടിക്കേണ്ട എക്സാക്ട് പ്ലേസ് ഞാൻ പറഞ്ഞു തരാം. അത് ആക്ച്വലി ഇവിടത്തേക്കാളും ടേസ്റ്റിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആക്ച്വലി അവിടെ പോയി ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് സോൻമർഗിലേക്കുള്ള ഒരു ടാക്സി ഫെയർ വരുന്നത് 3700 രൂപയാണ്. അത് 4000 കൂടുതലൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. ചില ടാക്സീസ് കൂടുതൽ ചോദിക്കും. ഇന്നോവയുടെ റേറ്റ് ആണ് ഞാൻ പറയുന്നുള്ളത്. സോ സോൻമർഗ് എത്തിയപ്പാട് തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ നമ്മളെ കുതിരക്കാർ വളയും. ഓക്കെ, നമ്മളെ കുതിരക്കാർ വളയും. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങും ബാർഗൈനിങ്. ആക്ച്വലി അവർ പറയുന്ന റേറ്റ് ഒരു കുതിരയ്ക്ക് 2500 രൂപയാണ്. പക്ഷെ ആക്ച്വലി നമുക്ക് 1000-1200 രൂപയ്ക്ക് അവർ മുകളിലോട്ട് കൊണ്ടുപോകട്ടോ. അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവിടെ കുതിരയിൽ തന്നെ പോകണം എന്നില്ല, നമുക്ക് നടന്നിട്ടും പോവാം. അത്ര ഹാർഡ് ട്രക്കിംഗ് ഒന്നും അല്ല. നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏജ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നടന്നിട്ട് പോകാം. ഒരു 3 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. വളരെ സീനിക്കായ ഒരു യാത്ര തന്നെ ആയിരിക്കട്ടെ ഇത്. കുതിരയിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും വളരെ സീനിക്കായ ഒരു ജേർണി ആയിരിക്കും. ലിഡർ റിവറിന്റെ സ്ട്രീംസ് സൈഡിൽ കാണാം. പിന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് തജ്വാസ് ഗ്ലേഷ്യർ കാണാൻ പോകാം. തജ്വാസ് ഗ്ലേഷ്യർ ഫേസ് 1 ഫേസ് 2 അങ്ങനെ 2 ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുതിരക്കാർ ഫേസ് 1 കൊണ്ടുപോയി നിർത്തും, ഫേസ് 2 പോയില്ല. പക്ഷേ നമ്മൾ ഫേസ് 1 കിടന്ന് ഫേസ് 2 പോകേണ്ടി വരും. അതിനും ചാർജ് ഏകദേശം 1200 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കുതിരക്ക്. ഫേസ് 1 രസമാണ് ഫേസ് 2. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ചുറ്റും വലിയ വലിയ മലകൾ, വെള്ളം, പിന്നെ മഞ്ഞ്, ഇതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് ഗ്ലേസിയർ കാണാൻ പറ്റും. ടച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ടച്ച് ചെയ്യണം കുറച്ച് ദൂരം പോകാനുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയും ഫുഡ് കഴിക്കേണ്ട അങ്ങനത്തെ സ്പോട്ട്സ് ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് പേര് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആഗസ്റ്റ് മാസമായതുകൊണ്ട് നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ആകെ ഒരു പ്രശ്നം, അവിടെ ഒരുപാട് ഷോപ്സ് വന്ന് നമ്മളോട് ഇത് വാങ്ങുക അത് വാങ്ങുന്നൊക്കെ പറയും കേട്ടോ. അത് ആക്ച്വലി ബാർഗെയിൻ ചെയ്ത് റേറ്റ് അവിടെയും ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി അതൊന്നും വാങ്ങിയിട്ടില്ല അവിടുന്ന്, കാരണം അവിടുത്തെ സ്റ്റോക്സ് ഒക്കെ നല്ല ഫ്രഷ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങണമെന്നില്ല അവിടുന്ന്, കാരണം അതിനായി രജിസ്റ്റേർഡ് ഷോപ്സ് ഉണ്ട്, അവിടുന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. സോ ആ ഒരു രാത്രി നമ്മൾ ശ്രീനഗറിൽ വീണ്ടും സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഗുൽമർഗിലേക്ക് പുറപ്പെട്ടത്. ഗുൽമർഗിൽ 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4000 രൂപയുടെ ടാക്സി ഫെയർ വരുന്നുണ്ട് ഗുൽമർഗിലേക്ക്. ആൻഡ് അത് ഡിപ്പെൻഡ് ചെയ്യും ടാക്സി അനുസരിച്ച്. എനിവേ ദ റോഡ് സീൻ റോഡിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പൈൻ ട്രീസ്, ജദ്ദാർ ട്രീസ്, പിന്നെ സ്ട്രീംസ്, അതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ ഇല്ലേ അവിടെ എത്തുന്ന വരെയുള്ള, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ മോർണിംഗ് തന്നെ അവിടെ എത്തി, വെൽ ബിഫോർ ദ ചെക്ക് ഇൻ ടൈം. ഏകദേശം 11 മണിക്ക് അവിടെ എത്തി. ബട്ട് ഹോട്ടൽ ആ റൂം അനുവദിച്ച് തന്നു. സോ താങ്ക്സ് ടു ദ ഹോട്ടൽ സഹഗീർ കോണ്ടിനെന്റലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. 9000 പെർ നൈറ്റ് ചാർജ് വരുന്നുണ്ട്. ഇതിലും കുറഞ്ഞ റേറ്റിൽ വേറെയും പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ആക്ച്വലി ഇതിൻ്റെ വ്യൂ, നമുക്ക് ആക്ച്വലി നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ട്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് റൂംസ് ആയിരുന്നു. 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. സോ അന്നൊരു 12 മണിയാകുമ്പോൾ നമ്മൾ ഗുൽമർഗ് ഡേ ട്രിപ്പിന് പുറപ്പെട്ടു. അതിൽ ലോക്കൽ സൈറ്റ് സീയിങ് പ്ലസ് ബോട്ടാപത്രി. ഓക്കെ, ഒരു ബോട്ടാപത്രി ഒരു ഓഫ് ബീറ്റ് സ്ഥലമാണ്. അത് ആക്ച്വലി കൂടുതലും പാക്കേജിൽ ഇൻക്ലൂഡായി കാണില്ല. പക്ഷേ നമ്മൾ ആക്ച്വലി അത് ഇൻക്ലൂഡ് ചെയ്തെടുത്തു, കാരണം അതൊരു എക്സലൻറ്റ് പ്ലേസ് ആണ് കേട്ടോ. അതിൻ്റെ ബോർഡർ, ഇന്ത്യ പാക് ബോർഡറൊക്കെ കാണാനുള്ള അവസരം അവിടെ നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോകുന്നുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു എൻട്രി എടുക്കേണ്ടതുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലും നമുക്ക് ഒരുപാട് മിലിറ്ററി ട്രക്സിനെ കാണാൻ പറ്റും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ ഡ്രൈവർ വണ്ടി സൈഡിൽ ഒതുക്കി വെക്കും. അതിവിടുത്തെ ഒരു സ്ഥിരം ശീലമാണ്. അത് കഴിഞ്ഞ് വളരെ മനോഹരമായ വഴിയിലൂടെ നമ്മൾ ബോട്ടാപത്രിയിലേക്ക് പോകും. ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റോഡിൽ തിരക്കൊന്നുമില്ല. ചിലപ്പോൾ ഈ ഏപ്രിലും മെയ്യും ഒക്കെ നല്ല തിരക്കുണ്ടാവും, ഈ ടൈമിലില്ല. എന്തായാലും നമ്മൾ അവിടെ എത്തി. നല്ലൊരു സ്ട്രീമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൽ കൂടി മുകളിലോട്ട് പോയിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിന് വേണ്ടിയിട്ട് കുതിരകളുണ്ട്. അപ്പോൾ കുതിരകൾക്ക് ചാർജ് പറയുന്നത് ഒരു കുതിരക്ക് 1500 രൂപയാണ്. അത് ഇവിടുത്തെ ചാർജാണ് കേട്ടോ. അത് അവർ കുറക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ആക്ച്വലി ബാർഗെയിൻ ചെയ്താലും
ഒരു 1200-1300 റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ എന്തായാലും കുതിര എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ആ സ്ട്രീം ക്രോസ് ചെയ്ത് ഇങ്ങനെ അകത്തോട്ട് നടന്നു. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് പേര് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു ക്യാമ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഏരിയ കേട്ടോ. നല്ല രസമുള്ള ഏരിയ ആണ്. അകത്തോട്ട് പോയാലും നമുക്ക് നടക്കാൻ പറ്റും, കാരണം അത്ര ടഫ് റോഡല്ല. അപ്പോൾ കുതിര പോകുന്നതിന് പുറകിൽ നമ്മൾ നടന്ന് കുറേ സമയം നമ്മളിങ്ങനെ സഞ്ചരിച്ച് അകത്തോട്ട് പോയി. നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അവിടെ നിന്ന്. തിരിച്ച് നമ്മൾ ഗുൽമാർഗിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മാഗി പോയിന്റ് ഉണ്ട്. ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അവിടെ നിന്ന് നല്ല ചൂട് മാഗിയും പിന്നെ കോഫിയും ഒക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, റേറ്റ് ഇവിടെയും ബാർഗെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഡെസ്റ്റിനേഷൻ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടുത്തെ ഷോപ്പ് തന്നെ കുറേ കളറിൽ അടിപൊളിയാക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ലോക്കൽ ഡെസ്റ്റിനേഷനിൽ ഫസ്റ്റ് നമ്മൾ പോയത് ചിൽഡ്രൻസ് പാർക്കിലാണ്. അത് ആക്ച്വലി നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ, ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ, ആ തണുപ്പിൽ കുട്ടികൾ തീർച്ചയായും എൻജോയ് ചെയ്യും. ഇവിടെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ റൈഡിനും അതിൻ്റെതിൻ്റെ ചാർജസ് ഉണ്ട്. അത് കൊടുത്തിട്ട് വേണം കയറാൻ. ഒരു 5-6 ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇവിടുത്തെ സ്ട്രോബെറി വാലിയിലാണ്. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ സ്ട്രോബെറി ഒന്നും ഇല്ല ഈ ടൈമിൽ. സീസണിൽ പോയാൽ അത് കാണാൻ പറ്റും. അടുത്ത ഡെസ്റ്റിനേഷൻ മഹാരാജ പാലസ് ആണ്. കിങ് രൺബീർ സിംഗ് ആണ് ഈ പാലസ് പണി കഴിപ്പിച്ചത്. ഒരു വുഡൻ സ്ട്രക്ചറാണ്. മൊത്തമായി 15 റൂമുകളുള്ള ഈ ഒരു പാലസ് വളരെ നല്ല ഒരു ദൃശ്യാനുഭവം തന്നെയാണ്. നോട്ട് മെയിൻലി ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ സ്ട്രക്ചർ. ഇൻറ്റീരിയറും നല്ല രസമാണ്, ബട്ട് മെയിൻലി ബിക്കോസ് എ പ്ലേസ് വെയർ ഇറ്റ് ഹോൾസ്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിൻ്റെ പുറത്തെ വ്യൂവും നല്ല രസമാണ്. ഒരുപാട് സിറ്റിംഗ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കതിന് ചുറ്റും ഇങ്ങനെ കറങ്ങാൻ പറ്റും. നല്ല സ്പോട്ടാണ്, മസ്റ്റ് വിസിറ്റാണ്. ആ ഭാഗത്താണ് ഇവിടുത്തെ മെയിൻ ടൗൺ വരുന്നുള്ളത്. ഇവിടെയാണ് ഒരുപാട് കാറുകളും ടാക്സി സർവീസൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ എവിടെ പോയാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഷോപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്താ ഇവിടുത്തെ റേറ്റ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. മാഗിയൊക്കെ ഒരു 80-90 രൂപയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചു. ഏകദേശം സമയം 7 o'clock ആയി ഇവിടെ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരിക കേട്ടോ. സോ ഇനി പോയിട്ട് റൂമിൽ റെസ്റ്റ് എടുക്കണം. ബിക്കോസ് നാളെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ കൊണ്ടാള റൈഡ് നടക്കുന്നത്. ഞങ്ങളെ കൊണ്ടാള റൈഡ് നാളെയാണ്. ഓക്കെ, ഇവിടുന്ന് ആക്ച്വലി 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആക്ച്വലി നമുക്ക് ഫസ്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാർ ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ വിചാരിച്ചു കുഞ്ഞൊക്കെ ഇല്ലതല്ലേ, അതുകൊണ്ട് നമ്മൾ പിന്നെ നാളെ എന്തായാലും കാർ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഏകദേശം നമ്മളെ റൂമിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. ബട്ട് എല്ലാവരും ഉണ്ടായതുകൊണ്ട്, ഇപ്പോൾ ഞാനും വൈഫും മാത്രമാണെങ്കിൽ നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് അതിന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് 1000 രൂപയാണ് പറയുന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ നാളെ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഗുൽമർഗിലെ ഗൊണ്ടാള റൈഡ് പോവുകയാണ്. ഇതിന് ഫേസ് 1 ഫേസ് 2 അങ്ങനെ 2 ഭാഗമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കണം. ഇതിന് ആക്ച്വലി ഫേസ് 1 1000 രൂപയും ഒരാൾക്ക്, ഫേസ് 2 800 രൂപയും ഒരാൾക്ക്, അങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ 2 ടിക്കറ്റും അഡ്വാൻസായി എടുത്താൽ മാത്രം ചിലപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പോയപ്പാട് നമ്മൾ ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷം മുകളിലോട്ട് കേബിൾ കാറിൽ പോകും കേട്ടോ. അതാണ് ഈ റൈഡ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള റൈഡ് തന്നെയാണ്. താഴെയുള്ള മലയൊക്കെ കാണും. വിൻ്റർ സീസൺ ആണെങ്കിൽ ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും. ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ റൈഡിലേക്ക് കൂടി മുകളിലോട്ട് പോയിട്ട് ഫസ്റ്റുള്ള ഫേസ് 1ലേക്ക് എത്തുമ്പോൾ ഇവിടെയും ഗൈഡിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട്. ഗൈഡ് വന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ട് നിൽക്കും. ഗൈഡിൻ്റെ ഒന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. ഒരിക്കലും അവരെ സെലക്ട് ചെയ്യരുത്. ഫേസ് 1 പോയിട്ട് അവിടെ എത്തുമ്പോൾ അവിടെയും കുതിരക്കാർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ആക്ച്വലി അവർ 800 500 പിന്നെ ഇങ്ങനെ കുറച്ച് 300 200 ഒക്കെ പറയും. ബട്ട് ഇവിടെയും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫ്ലാറ്റ് ലാൻഡാണ്. അധികമൊന്നും നടക്കാനില്ല. നടക്കാനുള്ള സ്ഥലങ്ങൾ നല്ല രസമാണ് കേട്ടോ. ഗ്രൂപ്പായിട്ട് നടക്കുമ്പോൾ നല്ല എൻജോയബിൾ ഒരു പ്ലേസ് തന്നെയാണ്. ഇത് ആക്ച്വലി ഇവിടുന്ന് പലരും ഇത് നടക്കാറില്ല. അവിടെ വെയിറ്റ് ചെയ്ത് രണ്ടാമത് ഫേസ് 2ലേക്ക് പോകും. പക്ഷേ നമ്മളിവിടെ ഇറങ്ങിയാൽ ഇതിലേ കൂടി നടന്ന് ദൂരത്തേക്ക് പോകാനുണ്ട്. അവിടെയാണ് ഏറ്റവും നല്ല വ്യൂ ഉള്ളത്. അപ്പോൾ കുറച്ച് നടന്നതിന് ശേഷം നല്ല വ്യൂ കാണും. അവിടെ കുറച്ച് സമയം ഇരിക്കുക, സ്പെൻഡ് ചെയ്യാം. നമ്മൾ പോയ ദിവസം നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പിന്നെ ചാറ്റാനും തുടങ്ങി. പക്ഷെ അപ്പോൾ ക്ലൈമറ്റ് നല്ല കോൾഡായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പ്രത്യേകം ഷൂസും ജാക്കറ്റ്സും ഒക്കെ എടുക്കാൻ, സോക്സും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. നോർമലി ആൾക്കാർ ഫേസ് 1 കയറിയ ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല. പക്ഷെ നമുക്കൊരു ഫുൾ ഡേ ടൈം ഉണ്ട് ഫേസ് 1 ഫേസ് 2 എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്തായാലും വന്ന് നോക്കണം. സോ വീണ്ടും ഫേസ് 2 കേബിൾ കാർ കയറി നമ്മൾ ഫേസ് 2ലെത്തി. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ. സോ കോൾഡ് ഗൈസ്, ഇറ്റ്സ് സോ കോൾഡ്. ഭയങ്കര തണുപ്പാട്ടോ. ഇപ്പം ഞാനും വൈഫും മാത്രമേ കയറുന്നുള്ളൂ. ബാക്കി എല്ലാവരും താഴെ തന്നെ ഇരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് സോ ഫ്രീസിങ് കോൾഡ്. ഞങ്ങളാണെങ്കിൽ ഹൈക്ക് ബൂട്ട്സും എടുത്തിട്ടില്ല,
ഗ്ലൗസും ഇല്ല. സോ ഇറ്റ്സ് വെരി ഫ്രീസിങ്. എന്നാൽ വീഡിയോ എടുക്കുമ്പോൾ കൈ ഒന്നാകെ തണുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് എടുക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് കൈ, അതുപോലെ തന്നെ കാലും, ബാക്കിയെല്ലാം കവേർഡാണ് കേട്ടോ. സോ വെൻ യു ആർ കമ്മിങ് ഹിയർ ബൈ ബൂട്ട്സ് ആൻഡ് ഗ്ലൗസ് ആൻഡ് സോക്സ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രിങ്ക് കവാ ടീ ഫ്രം ഹിയർ. ഇറ്റ്സ് എക്സലൻറ്റ്. ഈവനിങ് ടൈം ഉണ്ടെങ്കിൽ ദ്രുങ് വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് 2000 രൂപയാണ് ടാക്സി ചാർജ് വരുന്നുള്ളത്. ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടുതൽ ചാർജബിൾ ആണ്. ടാക്സിയാണ് അഫോർഡബിൾ. ATV റൈഡ്സ് ഒക്കെ ഉണ്ടത് ഭയങ്കര ചാർജാണ്. ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട്, ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതൊരു ആൻഷ്യൻ ടെമ്പിൾ, പഴയ ഒരു ടെമ്പിൾ മോഡലിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇത് ചാർജൊന്നും ഇല്ല, അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ആക്ച്വലി ദ്രുങ് വാട്ടർഫോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻ്റർ സീസണിൽ നല്ല രസമായിട്ട് ഒരു സ്നോ പോലെ ഫ്രീസ് ആയിട്ടുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇന്ന് വലിയ വെള്ളമൊന്നുമില്ല. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഗുൽമർഗ് എന്ന് പഹൽഗാമിലേക്ക് പോവുകയാണ്. ഒരു 3 ദിവസമാണ് കേട്ടോ പഹൽഗാമിൽ സ്റ്റേ ചെയ്യുന്നുള്ളത്. ഇവിടെ ആക്ച്വലി ഒരു ടാക്സി ഫെയർ ഒരു നോർമൽ സ്വിഫ്റ്റ് ആണെങ്കിൽ 5000 രൂപയൊക്കെ ചാർജ് വരും. ഓക്കെ, പോകുന്ന വഴി നല്ല സീനിക്കാണ്. ഇവിടുത്തെ നമ്മൾ ഒരു കേസർ ഫാം ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ഒരു കേസറിൻ്റെ ഷോപ്പ്, സ്പെസിഫൈഡ് ഷോപ്പിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഒറിജിനൽ കേസർ വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, പല സ്ഥലത്തും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലം സെലക്ട് ചെയ്യാതെ ഇതുപോലത്തെ റെക്കഗ്നൈസ്ഡ് ഷോപ്പിൽ നിന്ന് വേണം വാങ്ങാൻ. मिनिमम 20 से लेकर 25 ग्राम सेफ्रॉन कंज्यूम करनी चाहिए सर जी. आप कैसे जान पाओगे सर सेफ्रॉन की ओरिजिनलिटी की पहचान? अगर आप कहीं भी जाते हो सर, इसकी जो पहली पहचान होती है सर दैट इज शेप एंड साइज. अगर सर जी हम इस पर कोई भी पैटर्न लेंगे, ये हमेशा सांप की तरफ होना चाहिए, जैसे कि सांप होता है सर, आगे से मोटा पीछे से पतला. दिस इज फर्स्ट आइडेंटिफिकेशन सर. एंड सेकंड वन चबाने पे सर, जब आप सेफ्रॉन को चबाते हो फ्रंट टीथ च्यूड सर, चबाने पे सेफ्रॉन हमेशा बिटर आना चाहिए. अगर केसर कभी भी मीठा गया, मान लो केसर फेंक के सर जी. അത് കഴിഞ്ഞ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് അവന്തിപുര റൂയിൻസ് ആണ്. ശിവന്റെയും വിഷ്ണുവുടെയും പണ്ടത്തെ ഒരു അമ്പലമാണ് കേട്ടോ. അത് ഓൺ ദ വേ ടു പെഹൽഗാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റും. പഴയ റൂയിൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഹിസ്റ്ററിയോടൊക്കെ ബഫുള്ളവർക്ക് തീർച്ചയായും ഒന്ന് കാണാൻ പറ്റും. 855 AD രാജാവായിരുന്ന അവന്തിവർമ്മനാണ് ഈ അമ്പലം ചെയ്തു വെച്ചത്. ഓക്കെ, അതിനുശേഷം അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അത് 14th സെഞ്ച്വറിയിലാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ അന്നത്തെ യാത്ര ഏകദേശം 3 മണിയാകുമ്പോഴാണ് കഴിഞ്ഞത്. നമ്മൾ 3 മണിയാകുമ്പോൾ നമ്മുടെ പെഹൽഗാമിലെ റിസോർട്ടിലേക്ക് എത്തി. വുഡ്സ് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. റൂമിൽ നിന്ന് പുറത്ത് നല്ല പൈൻ ട്രീസിൻ്റെ ഒക്കെ ഭംഗി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് റൂമിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് പുറത്ത് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും. ഒരു ചെറിയ റോഡൊക്കെ ഉണ്ട്. ആ റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ താഴെയുള്ള ലിഡർ റിവർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ തന്നെയാണ്. ആ സൗണ്ട് നമുക്ക് റിസോർട്ടിൻ്റെ റൂമിലേക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. ഈ ലിഡർ റിവർ ഒഴുകുന്നത്, പുറത്ത് മഴ പെയ്യുന്നത് പോലുള്ള ശബ്ദമായിരിക്കും അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മോർണിംഗ് ആയി. ഇന്ന് ആക്ച്വലി ഒരു ഡേ ട്രിപ്പിന് പോവുകയാണ് പെഹൽഗാം. 4 സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ഐഷ്മുഖം, മോസ്ക്, പിന്നെ ABC വാലി. ഓക്കെ, ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങൾ ABC. ഇത് 3 പ്രത്യേക സ്ഥലങ്ങളാണ് കേട്ടോ. പ്രത്യേകമായൊരു വാലിയാണ്. അപ്പോൾ 4 സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ ഐഷ്മുഖം മോസ്ക് ആക്ച്വലി ബജരംഗി ബൈജാൻ എന്ന ഫിലിമിൻ്റെ ഷൂട്ടിങ്ങോടെ ഫേമസ് ആയ ഒരു മോസ്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തി രാവിലെ. അത് ആക്ച്വലി അവിടുത്തെ മോളിൽ നിന്ന് നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. ആ ടൗണ് മൊത്തം കാണുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇതിൻ്റെ അകത്ത്. ഈ മോസ്കിൻ്റെ അകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ എടുത്ത് അങ്ങോട്ട് പോയില്ല. ബട്ട് പുറത്തുനിന്നുള്ള ആ വ്യൂ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോൾ. പിന്നെ ഈ മോസ്കിന് ടച്ച് ചെയ്താണ് ഇവിടുത്തെ ആ ഒരു ഫുഡ് സ്ട്രീറ്റ് വരുന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോസ്കിൽ ഒരു ഫുഡൊക്കെ എങ്ങനെ ഞാൻ ചെയ്യുന്നത് കാണുന്നുള്ളത് കേട്ടോ. പക്ഷേ ഇവരുണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പോലെയല്ല. കാശ്മീരി പൊറാത്ത, സ്വീറ്റ്സ്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ആക്ച്വലി നമ്മളൊന്നും കഴിച്ചു നോക്കിയില്ല, കാരണം ഇത് ആ ഒരു സൈഡിൽ നിന്നും ഓപ്പണായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കഴിച്ചു നോക്കിയില്ല. പക്ഷേ ഇവരുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ആ ഉണ്ടാക്കുന്ന ടെക്നിക്കൊക്കെ ഒന്ന് നോക്കി. പെഹൽഗാമിലേക്ക് ആര് വന്നാലും വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ഇവിടുത്തെ ഈ ഫോട്ടോ പോയിന്റ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ വഴിയിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങി, ഈവൻ ലോക്കൽസും ഇറങ്ങി ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, തട്ടുകടകൾ പോലെയുള്ളത്. പിന്നെ ഈ റിവറിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല രസമുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, ഈ റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴും ഒരു വെള്ള നിറത്തിലാണ് കേട്ടോ ലിഡർ റിവർ ഉണ്ടാകുന്നത്. അത് ഇതിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കാശ്മീരിൽ എവിടെ പോയാലും ഇങ്ങനെയുള്ള വെള്ള കാണുന്നുള്ളത്. അത് അതിൻ്റെ റോക്കിൻ്റെ ഒരു കളറാണെന്ന് തോന്നുന്നു കേട്ടോ താഴെയുള്ള. നമ്മൾ ഇനി പോകുന്നത് അരു വാലിയിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പോട്ടാണ് കേട്ടോ. പെഹൽഗാമിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത ടാക്സി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ സീനിക് ഡ്രൈവാണ്, അത് പറയാൻ പറ്റില്ല. താഴെ പുഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം.
ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അകത്തോട്ട് പോയിട്ട് വേണം നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് എത്താൻ. അവിടെ അങ്ങനത്തെ ഷോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വളരെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ. ചുറ്റും മൗണ്ടെയിൻസ്, പിന്നെ നമുക്ക് ആ മഞ്ഞ് കാണാം കേട്ടോ, ഇങ്ങനെ കാണാം ചുറ്റും. നല്ല ക്ലൈമറ്റാണ്. പക്ഷേ കുറച്ച് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ലേശം ബുദ്ധിമുട്ട് വീഡിയോ എടുക്കാൻ. എങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുഖമില്ല, അത് വേറെ തന്നെയാണ്. നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ഒരു ഫീൽ നമുക്ക് കാണാം. എത്രത്തോളം അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. നമ്മളവിടെ പോയിട്ടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പുറത്തുനിന്ന് സൈഡിലെ കൂടി റിവർ പോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നല്ല രസമുണ്ട് ഇത്. ആക്ച്വലി ഇത് ഫീൽ ചെയ്ത് തന്നെ അറിയണം ഇവിടെ. സോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ചന്ദൻവാരി വാലിയാണ്. ABC വാലിയിലെ C വാലിയാണ് ചന്ദൻവാരി വാലി. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയ ഒരു വാലി തന്നെയാണ്. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇത് ഏറ്റവും ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന വാലിയാണ് ഈ 3 വെച്ച്. അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള വ്യൂ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. പക്ഷെ കുറച്ച് ക്രൗഡായി തോന്നി കേട്ടോ ഈ സ്ഥലം. ലോട്ട് ഓഫ് ഷോപ്സ്, ഒരുപാട് ഷോപ്സ്. അത് ആക്ച്വലി ഈ ഒരു വ്യൂവിന് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ നല്ല രസം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ ആക്ച്വലി ഒരുപാട് സ്ട്രീറ്റ് ഷോപ്സ് ആയതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാലും ചുറ്റുമുള്ള മൗണ്ടെയിൻസ് ഒക്കെ കാണാം. ബട്ട് സ്റ്റിൽ ആ ഒരു ഗ്രീനറി നമുക്ക് ചുറ്റും ഫീൽ ആവുന്നില്ല. അത് ഈ ഒരു വാലിൻ്റെ മാത്രം പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ആ ഒരു വാലിയിൽ അങ്ങനെ നമുക്ക് ഫീൽ ആയിട്ടില്ല. കാരണം അത് ആക്ച്വലി ഒരു ബ്ലാങ്ക് ഗ്രീനറി ആയിരുന്നു, ഒരു ബ്ലാങ്കറ്റ് പോലെ ഉണ്ടായിരുന്ന ഗ്രീനറി ആയിരുന്നു. അതിന് ചുറ്റും മൗണ്ടെയിൻസ്. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത് ആക്ച്വലി ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ബട്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഇനി പോകുന്നത് ഈ വാലിയിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വാലിയിലേക്കാണ്. B4 ബെതാബ് വാലി. ഓക്കെ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇങ്ങനെയുള്ള സ്ട്രീംസ് പോകുന്നുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഭാഗ്യവശാൽ അവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു, വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പെഹൽഗാമിലെ ബാറ്റക് വാലിയിലാണ്. അപ്പോൾ അതിമനോഹരമായ വാലിയാണ് കേട്ടോ. നമുക്ക് ചുറ്റുമുള്ളത് ശരിക്കും നമുക്കില്ലേ, ഇപ്പം ചുറ്റും മഞ്ഞ് മൂടിയത് കാരണം വാലി മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഞ്ഞ് നീങ്ങുന്നതിനനുസരിച്ച് വാലികൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് നല്ല തണുപ്പും മഴയും ഉണ്ടായിരുന്നു. മഴ കാരണം ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പം മഴ ഏകദേശം മാറിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ ചുറ്റും മൗണ്ടെയിൻസ്, പിന്നെ വല്ലാത്തൊരു തണുപ്പുമാണ്. പിന്നെ ഇതുപോലുള്ള ഒരു ഹോഴ്സൊക്കെ നമ്മളെ വെള്ളത്തിലൂടെ കൊണ്ടുപോകും. ഇവിടെ ആക്ച്വലി അതൊക്കെ ബാർഗനിങ് റേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഈ വാലിയിൽ വെച്ചൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബെതാബ് വാലി തന്നെയാണ്. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടുത്തെ ഫേമസ് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്കാം ചെയ്യാൻ ശ്രമിച്ചത്. കുതിര തന്നെയാണ് കേട്ടോ. ഇതിന് കുതിരയ്ക്ക് അവർ പറയുന്ന ഒരു കുതിരയ്ക്ക് 4500 രൂപയൊക്കെയാണ്. ഓക്കെ, പക്ഷേ ആക്ച്വലി ഇതിൻ്റെ റേറ്റ് 1500 കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഒരു കുതിരയ്ക്ക്. സോ ഞങ്ങൾ 1500 കൊടുത്തിട്ടാണ് പോയത്. അതിൽ 3 സ്പോട്ട്സ് ഉണ്ട്. ഇത് റിവർ സ്പോട്ട്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്പോട്ട്സ് കാണിച്ചു കേട്ടോ. പിന്നെ അവർ നമ്മളെ പെട്ടെന്ന് ഓരോ സ്റ്റോപ്പിൽ നിന്നും എടുത്ത് മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. കുറച്ച് സമയം എല്ലായിടത്തും നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ഇതിൽ ഏറ്റവും വലിയ സ്കാം ഇതായിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് എത്തി എന്ന് പറഞ്ഞ് കാണിച്ചത് ഇവിടുത്തെ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇതല്ല മിനി സ്വിറ്റ്സർലാൻഡ്. കാരണം മിനി സ്വിറ്റ്സർലാൻഡ് ഒരു പബ്ലിക് സ്പോട്ടാണ്. അവിടെ 60 രൂപ എൻട്രി ഫീ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു പബ്ലിക് സ്പോട്ടാണത്. അവിടെ എത്തിയിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഇപ്പോൾ ഉള്ളത് കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ മഞ്ഞും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ആക്ച്വലി കാണുന്നില്ല. മൊത്തം മഞ്ഞാണ് ചുറ്റും. വിൻ്റർ സീസൺ ആണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും. ആ ഡിഫറൻസ് ഉണ്ടാവും സീസൺ വൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ആക്ച്വലി ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ലേ, മരങ്ങളൊക്കെ ലൈറ്റ്ലി വിസിബിൾ ആണ്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നത് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടാണ്. വലിയ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. മൊത്തം ഗ്രീനറിയാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആകുമ്പോൾ അത് വൈറ്റ് ആകും. ചെറിയ ചെറിയ ദാബാസ് ഒക്കെ ഉണ്ട്. ഫുഡ് കഴിക്കേണ്ടവർക്ക് കഴിക്കാട്ടോ. നല്ല ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. എൻട്രി അത് വഴിയാണ് കേട്ടോ. അപ്പോൾ എൻട്രി ആ വഴിയാണ്. ഇതിനകത്ത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ അതൊക്കെ പെയ്ഡാണ്. അതുപോലെ കുറേ ഷോപ്സ് ഉണ്ട് ഫുഡിൻ്റെ. അതായത് ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മാഗിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ അതുപോലെ ചായ, കവ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു മഴയുണ്ട്, മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല മഞ്ഞുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് മഞ്ഞ് കുറയുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത് അടിപൊളി സ്ഥലമാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നെവർ ഫോർഗെറ്റ് ദിസ് തിങ്. ഇത് 60 രൂപ ഗവൺമെന്റിന്റെ ടിക്കറ്റ് എടുത്ത് എൻട്രി ആവുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, നിങ്ങളെ പല രീതിയിലും പലരും ചതിക്കാൻ ശ്രമിക്കും. വേറെ ഏതെങ്കിലും സ്പോട്ടിലൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് 9 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യം കൊണ്ടുപോയ സ്പോട്ട് ഒരു 3-4 കിലോമീറ്റർ. അപ്പം തന്നെ എനിക്ക് ഏകദേശം കത്തി. പിന്നെ എൻട്രി ടിക്കറ്റ് ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പല ഭാഗത്തും പല സ്കാം ഇവിടെ നടക്കുന്നുണ്ട് ഇതുപോലുള്ള. സോ കാശ്മീർ അടിപൊളിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഏതൊക്കെ സ്പോട്ട്സാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും വഞ്ചനയും കുറിച്ച് മനസ്സിലായി കാണും അല്ലേ. നമ്മളിപ്പോൾ ഓൺ ദ വേ പെഹൽഗാം എന്ന് ശ്രീനഗർ പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ ഗാർഡനിൽ കയറി കേട്ടോ. ഇവിടെ ഒരുപാട് ആപ്പിൾ ഗാർഡൻ ഉണ്ട്. പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ ആക്ച്വലി ഓരോ ആൾക്കാർ ഇങ്ങനെ വിളിക്കും ഇങ്ങോട്ടേക്ക് വാന്ന്. അത് അവരുടെ സെയിൽ നടത്താനുള്ള ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർക്ക് അറിയാം ഏതാ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ ഗാർഡനിൽ നമ്മൾ കയറി. ഒരുപാട് റോ ആയ റൈപ്പ് ആപ്പിൾസ് ഉണ്ട് ഇവിടെ, പച്ച ആപ്പിളുകൾ. പിന്നെ ഇവിടെ നിന്ന് തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസ് ലൈക്ക് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ ജാം, പിക്കിൾസ്, അതുപോലെ ഇവിടെ എല്ലാം ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ലൊരു രസമാണ്. നല്ല ചുറ്റും നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ ഡ്രിങ്ക്സും ഈ ആപ്പിൾ ഡ്രിങ്ക്സൊക്കെ നല്ല രസമാണ്, നല്ല ടേസ്റ്റിയാണ്. അത് ആക്ച്വലി നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ അല്ല, ഭയങ്കര ജ്യൂസിയാണ് ഇവിടുത്തെ ആപ്പിൾസൊക്കെ. നല്ല രസമുള്ളൊരു സ്പോട്ടാണ്. കാശ്മീർ ഈ സീസണിൽ വരുമ്പോഴാണ് ഇത് അവൈലബിൾ ആവുന്നുള്ള, എല്ലാ ടൈമിലും അവൈലബിൾ അല്ല. ഈ ഓഗസ്റ്റ് മാസമൊക്കെ ഇത് ഇഷ്ടംപോലെ ഇവിടെ നമുക്ക് ലഭിക്കും. അബ്സല്യൂട്ട്ലി ടേസ്റ്റി. നല്ല മധുരം ഉണ്ടല്ലേ ഇതിൽ? നല്ല മധുരമുണ്ട്. ഇതിൽ അവർ പാലോ ഐസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി തണുപ്പായതുകൊണ്ട് ഈ ആപ്പിൾ ജ്യൂസിന് തന്നെ നല്ല തണുപ്പുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് ഇത്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല? ഇല്ല, ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആപ്പിളിന്റെ ജ്യൂസ് എടുക്കുന്നത് മാത്രം. എന്തായാലും ഫസ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.